മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. മതി. ബ്ലസ്സഡ് ആർ ദോസ് ഹു മോൺ ആൻഡ് ദേ ഷാൽ ബി കംഫർട്ടഡ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ ഈ തിരുവചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാം. എല്ലാവരും ശ്രദ്ധിക്കണേ. ഈ ഗിരിപ്രഭാഷണമൊക്കെ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ള പ്രസംഗങ്ങളെ പോലെയുള്ള ആവേശം ചിലപ്പോൾ ഉണ്ടാകത്തില്ല. എങ്കിലും നമ്മുടെ അകത്തോട്ട് ഇത് കയറുവാൻ ഇടയായിത്തീരണം. സ്തോത്രം. വലിയ ആവേശമില്ലെങ്കിലും മറ്റുള്ള പ്രസംഗങ്ങളെ പോലെ ഞാൻ ഇച്ചിരി ആവേശത്തിലൊക്കെ പ്രസംഗിക്കുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആവേശം ചിലപ്പോൾ കണ്ടില്ലെങ്കിലും നമ്മുടെ അകത്തോട്ട് ഇത് കയറാൻ ഇടയായിത്തീരണം. ഞാനിതിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു പശ്ചാത്തലം കഴിഞ്ഞ ദിവസം വന്ന ദിവസം ഒരു പ്രസംഗം ഞാൻ കേട്ടില്ല. അത്യാവശ്യമായിട്ട് മറ്റൊരു കാര്യത്തിന് പോകേണ്ടതുള്ളത് കൊണ്ട് അദ്ദേഹം അതിൻ്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. എങ്കിലും വൈകിട്ടുള്ള മീറ്റിങ്ങിൽ ഞാൻ കേട്ടു, ഇന്നലെയുള്ള മീറ്റിങ്ങിലും കേട്ടു. പക്ഷേ അതിൻ്റെ ഒരു പശ്ചാത്തലം, ഓരോ സുവിശേഷകന്മാരും വ്യത്യസ്ത നിലകളിലാണ് സുവിശേഷം ഒന്നാണ്, പക്ഷേ വ്യത്യസ്ത കോണുകളിൽ വ്യത്യസ്ത ആംഗിളിൽ നിന്നുകൊണ്ടാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവരവരുടേതായ നിലയിൽ ഞാൻ ലൂക്കോസിൻ്റെ കാര്യത്തെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് പ്രസംഗിച്ച സന്ദർഭത്തിൽ ലൂക്കോസ് എങ്ങനെയാണ് ആ കാര്യങ്ങൾ ഓരോ ചെറിയ ഇൻസിഡൻറ്റും വിശദീകരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളുമായിട്ട് ഓർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മർക്കോസ്, യോഹന്നാൻ എല്ലാവരും അവരവരുടേതായ നിലകളിൽ വ്യത്യസ്തമായ നിലകളിൽ നിന്നുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഓർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മത്തായി സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണം പറയുന്നതിന് മുമ്പ് യേശു ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഒന്ന് ഓർപ്പിച്ച് അതിൻ്റെ ആ പശ്ചാത്തലം ഞാനിന്നത് ഒരു തുടക്കം കുറിക്കുന്നത് കൊണ്ട് അതിൻ്റെ പശ്ചാത്തലം പറയാതെ ഈ ഭാഗത്തേക്ക് നമുക്ക് വരാൻ പറ്റത്തില്ല. ഈ വാക്യത്തിൽ നിന്ന് ഞാൻ ഇന്ന് ഓർപ്പിക്കുകയും ചെയ്യും. സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. മത്തായി സുവിശേഷകൻ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 1-ാമത്തെ അധ്യായത്തിൽ വംശാവലിയൊക്കെ പറയുന്നുണ്ട്. ഇതൊരു കെട്ടുകഥയല്ല, യേശു എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല എന്നുള്ളത് ഓർപ്പിക്കാനായിട്ട് യേശുവിൻ്റെ വംശാവലി മുഴുവനും ആദ്യം മുതൽ എടുത്ത് എന്ത് ചെയ്യുകയാണ്, ഓർപ്പിക്കുകയാണ് ഇവിടെ നമുക്ക് 1-ാമത്തെ അധ്യായത്തിൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്തോത്രം. എന്നാൽ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് യേശു ആരാണ് എന്ന് മത്തായി രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം മുതലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 21-ാമത്തെ വാക്യം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് എന്ത് ചെയ്യണം, പേരിടണം. ഇത് ദൈവത്തിൻ്റെ ദൂതൻ അല്ലെങ്കിൽ ദൈവം ആരോട് പറയുന്നതാണ്, ജോസഫിനോട്, യേശുവിൻ്റെ വളർത്ത പിതാവായ ജോസഫിനോട് എന്ത് ചെയ്യുന്നതാണ്, പറയുന്നതാണ്. ഗൂഢമായി ഉപേക്ഷിക്കാനൊക്കെ തീരുമാനിച്ചിരിക്കുമ്പോൾ അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് പറഞ്ഞിട്ട് ഒക്കെ പറയുകയാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് എന്ത് പേരിടണം, യേശു എന്ന് പേരിടണം. അപ്പോൾ യേശു ഈ ഭൂമിയിൽ വന്ന് അനേക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രോഗികളെ എന്ത് ചെയ്തിട്ടുണ്ട്, സൗഖ്യമാക്കിയിട്ടുണ്ട്. ഭൂതങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്താക്കിയിട്ടുണ്ട്. സ്തോത്രം. അതുപോലെ വിശക്കുന്നവർക്ക് അവൻ എന്ത് കൊടുത്തിട്ടുണ്ട്, ആഹാരം കൊടുത്തിട്ടുണ്ട്. മരിച്ചവരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം എന്തായി തീർത്തു, വീഞ്ഞാക്കി തീർത്തിട്ടുണ്ട്. യേശു ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്.
എന്നാൽ യേശു വന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം, ഉദ്ദേശം എന്ന് പറയുന്നത് വെള്ളം വീഞ്ഞാക്കാനോ രോഗികളെ സൗഖ്യമാക്കാനോ ഭൂതങ്ങളെ പുറത്താക്കാനോ അതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നടക്കുമ്പോൾ തന്നെ യേശു വന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന് പേരാണ്. യേശു വന്നതിൻ്റെ, ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജനത്തെ പാപത്തിൽ നിന്ന് എന്ത് ചെയ്യുക, രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പാപവിമോചകനായ യേശുവിനെയാണ്, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനായ യേശുവിനെയാണ് ഇവിടെ ആര് പരിചയപ്പെടുത്തുന്നത്? മത്തായി പരിചയപ്പെടുത്തും. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ യേശു വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ആണ് യേശു വന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സ്തോത്രം. രോഗത്തിൽ നിന്ന് വിടുവിക്കാനാണ് യേശു വന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഇടയ്ക്ക് ആരോ പറയുന്നത് കേട്ടു, എന്തുവാ, ഈ 65 വയസ്സിനുള്ളിൽ ഒരു രോഗവും വന്നിട്ടില്ല, 65 വയസ്സിനുള്ളിൽ ഒരാശുപത്രിയിലും പോകേണ്ടി വന്നിട്ടില്ല എന്നാരോ എന്ത് ചെയ്തു പറയുന്നത് കേട്ടു. ആരാന്ന് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ രോഗമുള്ളവർ കൈവോക്കട്ടെ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് കൈവോക്കും, കുറച്ച് പേര് എന്ത് ചെയ്യത്തില്ല, കൈവോക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും രോഗം ഉണ്ടാകത്തില്ല, കടഭാരം എല്ലാവർക്കും ഉണ്ടാകത്തില്ല, കുറച്ച് പേർക്കൊക്കെ ഉണ്ടാകാം, അല്ലേ? എല്ലാവർക്കും കടഭാരം ഉണ്ടാകത്തില്ല, കുറച്ച് പേർക്കുണ്ടാകാം. അപ്പോൾ കർത്താവ് വന്നത് നമ്മുടെ കടം മാറ്റാനോ, അത് മാറ്റാൻ കർത്താവ്, അത് നമ്മൾ ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ആരറിയുന്നുണ്ട്? കർത്താവ് അറിയുന്നുണ്ട്. അപ്പോൾ കർത്താവ് വന്നത് കടം മാറ്റാനോ രോഗം മാറ്റാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കോ അല്ല. യേശു വന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന്, പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ആരായിരുന്നു? പാപികളായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള ഒരു കാര്യം ആണ് പാപത്തിൽ നിന്നുള്ള വിടുതൽ, അല്ലേ? ആദാമ്യ വർഗത്തിൽ ജനിച്ച എല്ലാവരും പാപികളാണ്. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ, ഭൂമിയിൽ ജനിച്ച ഏത് മനുഷ്യർക്കും ഒരുപോലെ ആവശ്യമുള്ള ഒരു കാര്യമാണ് പാപത്തിൽ നിന്നുള്ള വിടുതൽ. അത് ചെയ്യാനാണ് കർത്താവ് വന്നത് എന്ന് പകൽ വേളയിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം, യേശു ആഹാരം കൊടുത്തിട്ടുണ്ട്, അല്ലേ? 5 അപ്പം കൊണ്ട് 5000 പേരെ എന്ത് ചെയ്തിട്ടുണ്ട്? പോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ യേശു പോഷിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് യേശു അപ്പം കൊടുക്കാൻ ഈ ഭൂമിയിൽ വന്നവനല്ല, അല്ലേ? അന്നത്തെ ഹെരോദ രാജാവ് വിചാരിച്ചായിരുന്നെങ്കിൽ 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ഈസി ആയിട്ട് നടക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 50 ലക്ഷം ആളുകൾക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ നമ്മുടെ യൂസഫ് അലി തീരുമാനിച്ചാൽ 50,000 പേർക്ക് ആഹാരം കൊടുക്കാൻ പറ്റും. അദാനിയോ ടാറ്റായോ ബിർളയോ ഒക്കെ തീരുമാനിച്ചാൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഹല്ലേലൂയ, ആഹാരം കൊടുക്കാൻ പറ്റും. പക്ഷേ ഇന്ന് പകൽ വേളയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ കർത്താവ് വന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം പാപം. അങ്ങനെ യേശു വന്ന് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി എന്ന് ബോധ്യമുള്ള ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് എല്ലാവർക്കും ഹല്ലേലൂയ, എല്ലാവർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്ന ഒന്നാണ് ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. ഇന്ന് പകൽ വേള കൃപയാൽ ആ യേശു ക്രിസ്തുവിൽ കൂടെ പാപക്ഷമ ലഭിപ്പാൻ ഇടയായിത്തു. 2-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് 2-ാമത്തെ വാക്യങ്ങൾ വായിക്കാം. 2-2 വാക്യങ്ങൾ വായിക്കാം. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്ന് ചോദിക്കുന്ന ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ?
അപ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ യേശു രക്ഷകൻ, പാപത്തിൽ നിന്ന് രക്ഷകനായിട്ട് വെളിപ്പെടുത്തുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ യേശു ആരാണെന്നാണ് പറയുന്നത്? യേശു നമ്മുടെ രാജാവാണ്. സ്തോത്രം. രക്ഷിച്ചിട്ട് എവിടെയെങ്കിലും കളയുന്നവനല്ല, അവൻ നമ്മുടെ ഹല്ലേലൂയ രാജാവായിട്ട് വാഴുന്നവനായ ഒരു കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ വിദ്വാൻമാർ വെറും കൈയോടെ അല്ല വന്നത്, പ്രത്യുത അവർ പൊന്ന്, മൂര്, കുന്തിരിക്കം ആദിയായവ യേശുവിനെ കാഴ്ചവെച്ചു. പൊന്ന് യേശുവിൻ്റെ രാജ്യത്വത്തെയും മൂര് അവൻ്റെ പൗരോഹിത്യത്തെയും, മൂര് അല്ലെങ്കിൽ മൂര് എന്ന് പറയുന്നത് മരണത്തിന് ഉപയോഗിക്കുന്നതാണ് അല്ലേ? യേശുവിനെ മരിച്ച സന്ദർഭത്തിൽ മൂറും അഖിലും കൊണ്ടുള്ളതായ കൂട്ടൊക്കെ ഉണ്ടാക്കിയാണ് ശവസംസ്കാരം ജോസഫും അതുപോലെ നിക്കോദിമോസും എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്തത്? നടത്താനിടയായി തീർന്നത്. അപ്പോൾ അത് മരണത്തിന് എന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ രാജാവാണ്, യേശു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. യേശു ഹല്ലേലൂയ മരിച്ച് തൻ്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുക്കാൻ കഴിവുള്ളതായ രാജാവാണ്. അവൻ്റെ മക്കൾ എങ്ങനെ ആയിരിക്കണം? അതുകൊണ്ട് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് അവൻ നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി എന്ത് ചെയ്തിരിക്കുകയാണ്? തീർത്തിരിക്കുകയാണ്. അവൻ നമ്മുടെ രാജാവാണെങ്കിൽ അവൻ്റെ രാജ്യത്തിലെ ജനങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ് എന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് കുഞ്ഞാടിനാൽ നമ്മൾ അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മെ രാജാവും പുരോഹിതന്മാരുമാക്കി തമ്പുരാൻ വെച്ചിരിക്കാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ യേശു ആരാണ്? രാജാവാണ് എന്ന് വെളിപ്പെടുകയാണ്. സ്തോത്രം. 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ ആ രാജ്യത്തിൻ്റെ, യേശു രാജാവാണെങ്കിൽ ഒരു രാജ്യമുണ്ടല്ലോ അല്ലേ? ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ വിളംബരം നടത്തുകയാണ് 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ. ആ വിളംബരം നടത്തുന്നത് യേശുവിന് മുന്നോടിയായി വന്ന ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകനാണ്. ആ വിളംബരം എന്ത് ചെയ്യുന്നത്? ആ രാജ്യത്തെക്കുറിച്ചുള്ള വിളംബരം നടത്തുന്നത്. 3:1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 3:1-2 വാക്യങ്ങൾ. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ എന്ത് ചെയ്തു? പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചു? സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീനെന്ന് പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ വന്നത് എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ. യേശു എന്ന് പറയുന്ന രാജാവിനാൽ സ്ഥാപിക്കപ്പെടാൻ പോകുന്ന രാജ്യത്തിൻ്റെ വിളംബരം പ്രസ്താവിക്കാൻ. ഹല്ലേലൂയ. ആ വിളംബരം ഇതുവരെ പ്രസ്താവിക്കപ്പെട്ടില്ല. എന്നാൽ ഇപ്പോൾ യോഹന്നാൻ സ്നാപകൻ അത് പ്രസ്താവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം രാജാവ് വന്നു കഴിഞ്ഞു. ഇന്ന് പകൽവേളയിൽ ആ രാജാവ് വന്നതുകൊണ്ട് ആ രാജ്യത്തെക്കുറിച്ചുള്ള വിളംബരം യോഹന്നാൻ എന്ത് ചെയ്യുകയാണ്? പ്രസ്താവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് പ്രസ്താവിക്കുമ്പോൾ ഹല്ലേലൂയ, അത് പ്രസ്താവിച്ചൊക്കെ കഴിയുമ്പോൾ രാജാവ് വന്നു കഴിഞ്ഞു. ആ രാജ്യത്തെക്കുറിച്ചുള്ളതായി വിളംബരം ആ രാജ്യത്തിൻ്റെ അവകാശികളായി തീരാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവർക്കാണ് ആ രാജ്യത്തിൽ, ആ രാജാവിൻ്റെ രാജ്യത്തിൽ അവകാശികളായി തീരാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഹല്ലേലൂയ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് എന്ത് ചെയ്യുകയാണ്? പറയുകയാണ്. അപ്പോൾ ആ രാജാവ്, ഏത് രാജാവ്? ഈ ഭൂമിയിലുള്ള ഏത് രാജാവും അല്ലേ? പഴയ നിയമ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ, പ്രഥമ രാജാവ്, ഇസ്രായേലിൻ്റെ പ്രഥമ രാജാവ് ആരായിരുന്നു? ശൗലായിരുന്നു. ആ ശൗലിനെ ഒരു അഭിഷേകം നടത്തിയാണ് രാജപദവിയിലേക്ക് കൊണ്ടുവന്നത് അല്ലേ? ശമൂവേലിനെ അയച്ച് ശമൂവേലിൻ്റെ വീട്ടിലേക്ക് ഈ ശൗലിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു അഭിഷേകം, ഭൃത്യൻ മുമ്പിൽ പോകാൻ പറയുക. ഹല്ലേലൂയ, ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ അഭിഷേകം അവിടെ വെച്ച് നടത്തുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി തീരുവാനായിട്ട് ഹല്ലേലൂയ ശൗലിനെ നീക്കിക്കളഞ്ഞപ്പോൾ ദാവീദിന്റെ വീട്ടിലേക്ക്, ഇശായിയുടെ വീട്ടിലേക്ക് ഹല്ലേലൂയ ദൈവം വീണ്ടും ശമൂവേലിനെ തൈലക്കൊമ്പുമായിട്ട് അയച്ച് അവിടെ വെച്ച് സഹോദരന്മാരുടെ ഇടയിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുകയാണ്?
അഭിഷേകം ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ 3-ാമത്തെ അധ്യായത്തിൽ രാജാവ് വന്നു. രാജാവിന് വെറുതെ കയറി രാജ്യഭരണം നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു അഭിഷേകം ആവശ്യമാണ്. ആ അഭിഷേകമാണ് 3-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്. 3-ന്റെ 11-ാമത്തെ വാക്യം മുതൽ പെട്ടെന്ന് വായിക്കാം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും എന്ത് കഴിപ്പിക്കും? സ്നാനം കഴിപ്പിക്കും. ഇനി 13-ാമത്തെ വാക്യം. അനന്തരം വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. ഇനി അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചു. ഇപ്പോൾ സമ്മതിക്കായി ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്ന നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാലേ അവനെ എന്ത് ചെയ്തു? സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ എന്ത് ചെയ്തു? കണ്ടു. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് എന്തുണ്ടായി? ഒരു ശബ്ദമുണ്ടായി. ഇന്ന് പകൽ വേളയിൽ രാജകീയമായ അഭിഷേകം അവിടെ നടക്കുകയാ. ആരാ അഭിഷേകം ചെയ്യുന്നത്? പിതാവായ ദൈവം പുത്രനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യുകയാണ്? അഭിഷേകം ചെയ്യുക. എന്തിനു വേണ്ടി? അവനൊരു രാജ്യത്തിന്റെ രാജാവായി തീരാനായിട്ട്. ഹല്ലേലൂയ. രാജാവായിട്ട് അവൻ പിറന്നത്. എങ്കിലും ജനമെല്ലാം കാണെ ഹല്ലേലൂയ, യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാൽ എന്ത് നടത്തുകയാണ്? അഭിഷേകം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ എന്ത് ചെയ്തു? ഇറങ്ങി. അവിടെ നിന്നുകൊണ്ട് ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ പറയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യത്തിൽ, കർത്താവിന്റെ രാജ്യത്തിൽ അംഗങ്ങളായി തീരണമെങ്കിൽ ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൽ കൂടെയുള്ളതായ പാപമോചനം ഒന്നാമത് പ്രാപിക്കണം. 2, യേശു സ്നാനം ഏറ്റതുപോലെ വെള്ളത്തിൽ മുങ്ങി എന്ത് ചെയ്യണം? സ്നാനമേൽക്കണം. കർത്താവിന്റെ സ്നാനമേൽക്കേണ്ടെന്ന് ആവശ്യമില്ല. എങ്കിലും ഇങ്ങനെ സകല നീതിയും നിറവേറുമെന്ന് പറഞ്ഞ് കർത്താവ് ഒരു മാതൃക കാണിച്ചെങ്കിൽ എന്ന് പകൽ വേളയിൽ അതിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കാൻ ആരെയും അനുവദിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടവർ എന്തേൽക്കണം? സ്നാനമേൽക്കണം. മൂന്നാമത് അവന്റെ രാജ്യത്തിൽ അംഗങ്ങളായിരിക്കണമെങ്കിൽ യേശുവിനെ പിതാവായ ദൈവം ഹല്ലേലൂയ അഭിഷേകം ചെയ്തതുപോലെ ഓരോ ആത്മാവിന്റെ ഒരു അഭിഷേകം എന്ന പകൽ വേളയിൽ ഹല്ലേലൂയ അവന്റെ രാജ്യത്തിലെ അംഗങ്ങൾക്ക് ഉണ്ടാകണം. അത് വേണ്ട എന്ന് ആരും പറയരുത്. ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി പറയുന്നു. ഞാനല്ല, ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി പറയുന്ന ഒരു കാര്യമാണ്. അവന്റെ രാജ്യത്തിലെ അംഗങ്ങൾ യേശു ഹല്ലേലൂയ പിതാവായ ദൈവത്താൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷക്തനായി തീർന്നതുപോലെ എന്ന് പകൽ വേളയിൽ അവന്റെ രാജ്യത്തിലെ അംഗങ്ങളും ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരായിരിക്കണം. കൂടുതൽ തെളിയിക്കണമെങ്കിൽ തെളിയിക്കാം. സ്തോത്രം. പത്രോസിന്റെ കന്യപ്രസംഗത്തിൽ ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് ഒന്ന് വരാമോ? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 37-ാമത്തെ വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പത്രോസിന്റെ കന്യപ്രസംഗമാണ്. പ്രസംഗം കേട്ടപ്പോൾ അവിടെ കൂടി വന്നിരിക്കുന്ന 3000 പേര് ചോദിക്കുന്ന ചോദ്യമാണ്. എന്താ ചോദിക്കുന്നത്? കുത്തുകൊണ്ടിട്ട്, വചനം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ചോദിക്കുക അപ്പോസ്തലന്മാരോട്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി അപ്പോൾ മാനസാന്തരപ്പെടണം. പാപത്തിൽ നിന്ന് ഒരു വിടുതൽ, മാനസാന്തരം ഉണ്ടാകണം. 2, പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനമേൽപ്പീൻ
എന്നിട്ട് അടുത്ത എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം എന്ത് ചെയ്യും? ലഭിക്കും. ആമേൻ. അടുത്തത് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ എല്ലാവർക്കും ഉള്ളതല്ലോ. എന്തിന്റെ വാഗ്ദത്തം? പരിശുദ്ധാത്മാവിനാൽ ഞാനും നിങ്ങളും നിറയപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാകിയാൽ എന്ന് പകൽവേളയിൽ അതിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കാൻ ആരെയും ദൈവം യേശുവിന്റെ രാജ്യത്തിലെ അംഗങ്ങളായി തീരണമെങ്കിൽ ഒന്ന് മാനസാന്തരപ്പെടണം, യേശുവിൽ കൂടെ രക്ഷിക്കപ്പെടണം, 2 സ്നാനപ്പെടണം, 3 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞാനും നിങ്ങൾ പ്രാപിക്കണം. അത് വേണ്ട എന്നാരും ചിന്തിക്കരുത്. അത് പിതാവായ ദൈവം നമുക്ക് നൽകുന്ന അനുഭവമാണ്. അതുകൊണ്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവായ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ യെരുശലേമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. എന്നാൽ ശക്തി നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പകൽവേളയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ പാരമ്പര്യങ്ങൾ കൊണ്ട് ഈ രാജ്യത്തിന്റെ അവകാശികളായി തീരാൻ എനിക്കും നിങ്ങൾക്കും കഴിയത്തില്ല. നമ്മുടെ ഒരു പാരമ്പര്യവും ഈ രാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കത്തില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുന്ന ആത്മനിറവിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നവർക്കാണ് ഈ രാജ്യത്തിന്റെ അവകാശികളായി തീരാൻ കഴിയുന്നത്. അതെല്ലാം ഇവിടെ മത്തായി അടുക്കടുക്കായി പറഞ്ഞു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. വെറുതെ അല്ല പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ അനുഭവത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ എന്തായി തീരണമെന്ന് അവിടെ പ്രസ്താവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏത് രാജ്യത്തിന് വിരോധമായി നിൽക്കുന്ന, അല്ലേ, പഴയകാല ചരിത്രത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഏത് രാജ്യത്തിന് വിരോധമായി നിൽക്കുന്ന, ഏത് രാജാവിന് വിരുദ്ധമായി നിൽക്കുന്ന മറ്റൊരു ശക്തിയുണ്ട്, ഒരു ഫോഴ്സുണ്ട്. അതുകൊണ്ടല്ലേ പണ്ടത്തെ രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യുദ്ധം ചെയ്ത് അവരുടെ രാജ്യത്തിൻ്റെ വ്യാപ്തി എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? സ്തോത്രം, അല്ലേ? ഒറ്റ ദിവസം കൊണ്ട് കുവൈറ്റിൽ പാർത്തറുതൊക്കെ അറിയാലോ. ഒറ്റ ദിവസം കൊണ്ട് ഇറാഖ് സദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ വന്ന ഒറ്റ രാത്രി കൊണ്ട് കുവൈറ്റിനെ കീഴ്പ്പെടുത്തി, അല്ലേ? കുവൈറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യം പോലും ഭൂപടത്തിലില്ലാത്ത വിധത്തിലാക്കി ഒറ്റ രാത്രി കൊണ്ട് ആക്കി തീർത്തെങ്കിൽ പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, പിന്നീട് ആ രാജ്യമൊക്കെ പുനഃസംഘടിപ്പിച്ചു എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു രാജ്യത്തിൻ്റെ വിസ്തൃതി മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്ത് എന്ത് ചെയ്യുകയാണ്? ജയിച്ച് കീഴ്പ്പെടുന്ന അനുഭവമാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടുരാജ്യങ്ങൾ ഏകദേശം 600 ചില്ലുവാനും നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. 600 ചില്ലുവാനും നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന ആ ഉരുക്ക് മനുഷ്യൻ എന്ന് പറയുന്ന ആ മനുഷ്യനാണ് ഇതിനെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഒരു രാജ്യമാക്കിയിട്ട് എന്ത് ചെയ്തത്? തീർക്കാനിട. അതൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഏത് രാജ്യത്തിന് വിരോധമായി, ഏത് രാജാവിന് വിരോധമായി എതിർത്ത് നിൽക്കുന്ന മറ്റൊരു ഫോഴ്സുണ്ട്, മറ്റൊരു ശക്തിയുണ്ട്. അതിനെ ജയിച്ചാൽ മാത്രമേ രാജ്യത്തിൻ്റെ വിസ്തൃതി എന്ത് ചെയ്യത്തുള്ളൂ? നടക്കുകയുള്ളൂ. ഇവിടെ കർത്താവ് സ്തോത്രം സ്നാനപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു. രാജകീയ അഭിഷേകം പ്രാപിച്ചപ്പോൾ തന്നെ അവനെതിരെയുള്ള ഫോഴ്സ്, അവനെതിരെയുള്ള പോരാട്ടം ആരംഭിക്കുകയാണ്. സ്തോത്രം. അത് 40 ദിവസം കർത്താവിൻ്റെ ഉപവാസ പ്രാർത്ഥനയിൽ അത് കഴിയുമ്പോൾ ആ പൈശാചിക ശക്തികൾ തനിക്കെതിരെ എന്ത് ചെയ്തു? വന്നു. നിനക്ക് വിശക്കുന്നില്ലയോ? ഈ കല്ല് എന്തായി തീരുക? അപ്പമായി തീരാൻ കൽപ്പിക്കുകയാണ്. സ്തോത്രം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞ പൈശാചിക ശക്തികളെ ജയിക്കാൻ കാരണം വചനത്താലാ ജയിച്ചത് എങ്കിൽ ഇന്ന് പകൽവേളയിൽ നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകവും നിന്നിൽ ഹല്ലേലൂയ തമ്പുരാൻ തന്നതായ വചനത്തിൻ്റെ ശക്തിയും ഒരുമിച്ച് നീ ഉപയോഗിക്കുമ്പോൾ ഏത് വെല്ലുവിളികളെ ജയിക്കാൻ ദൈവകൃപ നൽകും. ദൈവത്തിന് സ്തോത്രം. ശത്രു ഏതെല്ലാം
എന്തെല്ലാം തന്ത്രങ്ങൾ നിനക്ക് വിരോധമായി ഉപയോഗിച്ചാലും ഇന്ന് പകൽവേളയിൽ നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, അഭിഷേകത്തിൻ്റെ ശക്തിയാലും നിന്നിൽ കുടികൊണ്ടിരിക്കുന്ന നീ ഗ്രഹിച്ചിരിക്കുന്ന വചനത്തിൻ്റെ ശക്തിയാലും ഏതു ദുഷ്ടശക്തികളെയും ജയിക്കാനിടയായി തീരുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇവിടെ സ്വന്തം ശക്തി കൊണ്ട് നിനക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു മേഖലയല്ല പൈശാചിക മണ്ഡലത്തോടുള്ള മേഖല എന്ന് പറയുന്ന പോരാട്ടം എന്ന് പറയുന്നത്. ഇന്ന് പകൽവേളയിൽ അത് ശക്തിയുള്ള ഒരു മേഖലയാണ്. എന്നാൽ അതിനേക്കാൾ സൂപ്പർ നാച്ചുറൽ ശക്തിയുള്ളതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമേ ഇന്ന് പകൽവേളയിൽ ചിലതിനെ ജയിക്കാൻ കഴിയുകയുള്ളൂ. സിംഹത്തിന് ശക്തിയുണ്ട്, ഹല്ലേലൂയ, അതിന് ബലമുണ്ട് എന്നുള്ളത് എൻ്റെ ദൈവത്തിന് അറിയാം. എന്നാൽ അതിനെ വലിച്ചു കീറാൻ എന്ത് ശക്തി വേണമെന്നുള്ളത് എൻ്റെ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ശിംശോന്റെ മേൽ ആ സിംഹത്തിന്റെ ശക്തിയെ വെല്ലുന്ന മറ്റൊരു ശക്തി തമ്പുരാൻ പകർന്നു കൊടുത്തത്. എങ്കിൽ ഇന്ന് പകൽവേളയിൽ ദൈവമക്കളോട് പറയാം, നിന്നെ കടിച്ചു കീറാൻ വരുന്ന എത്ര വലിയ ശക്തിയായാലും, ഓ ഹല്ലേലൂയ, നിന്നെ കടിച്ചു കയറാൻ വരുന്ന എത്ര വലിയ ശക്തിയായാലും, ഹല്ലേലൂയ, നിന്നെ തറപറ്റിക്കാൻ വരുന്ന എത്ര വലിയ ശക്തിയായാലും ഇന്ന് പകൽവേള അതിനെ ജയിക്കാനുള്ള ഒരു അമാനുഷികമായ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ പകർന്നതിനെ സഹായിപ്പാൻ, ഓ യേശുവിന്റെ രക്തത്താലും വചനത്താലും പ്രിയമുള്ളവരെ, എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് ശത്രുവിനെ ജയിക്കാൻ കഴിയത്തില്ല. എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ കൊണ്ട് ശത്രുവിനെ ജയിക്കാൻ കഴിയത്തില്ല. എൻ്റെ ബുദ്ധി കൂർമ്മത കൊണ്ട് ശത്രുവിനെ ജയിക്കാൻ കഴിയത്തില്ല. എൻ്റെ പണം കൊണ്ട് ശത്രുവിനെ ജയിക്കാൻ കഴിയത്തില്ല. എൻ്റെ ആരോഗ്യം കൊണ്ട്, എൻ്റെ കായബലം കൊണ്ട് ശത്രുവിനെ ജയിക്കാൻ കഴിയത്തില്ല. ശത്രുവിനെ ജയിക്കാൻ നീ എത്ര ബലഹീനനാണെങ്കിലും നിന്നിൽ വ്യാപരിക്കുന്ന ഒരാത്മശക്തിയും ഇന്ന് പകൽവേളയിൽ ഹല്ലേലൂയ നിന്നിൽ കുടികൊള്ളുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയും, ഓ ഹല്ലേലൂയ, ആ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽവേളയിൽ ആത്മാവിന്റെ ശക്തി പ്രാപിച്ചെടുക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ ശക്തി നമ്മുടെ നടുവിൽ വ്യാപരിച്ചാൽ ഒരു പൈശാചികന്റെ കുടില തന്ത്രത്തിനും ഇന്ന് പകൽവേളയിൽ നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. തോൽപ്പിക്കാൻ നിൽക്കുന്ന പരാജയപ്പെടുത്താൻ നിൽക്കുന്ന ഏത് മേഖലകളെ ജയിച്ചു കയറാനുള്ള ഒരു പ്രത്യേക ശക്തി ഇന്ന് പകൽവേളയിൽ ദൈവമക്കളുടെ മേൽ തമ്പുരാൻ പകർന്നിട്ടുണ്ട്. ആ പകർന്ന ദൈവശക്തി ഇന്ന് പകൽവേള രണ്ട് അന്യഭാഷ പറഞ്ഞു തീർക്കാനല്ല, രണ്ട് കൈയടിച്ച് തീർക്കാനല്ല, ഹല്ലേലൂയ, ശത്രുവിനെ ജയിക്കാനുള്ള ശക്തിയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെ ജയിക്കുന്നവർക്ക് ഈ രാജ്യത്തിൽ നിൽക്കാൻ കഴിയുന്നത്. സ്തോത്രം. രണ്ടാമത്, ഈ കർത്താവിന് അതൊക്കെ ചെയ്യാൻ നിഷ്പ്രയാസമാണ് അല്ലേ? മരുഭൂമിയിൽ 40 വർഷം ഇസ്രായേൽ മക്കൾക്ക് വിതയും കൊയ്ത്തും ഇല്ലാത്ത മരുഭൂമിയിൽ 40 വർഷം മുട്ടുകൂടാതെ അവരെ നടത്തിയത്. എല്ലാ ദിവസവും മന്ന കൊടുത്ത ദൈവത്തിന് ഒരു കല്ല് അപ്പമായി തീരാൻ പറഞ്ഞാൽ നടക്കത്തില്ലയോ? ഇന്ന് പകൽവേളയിൽ പ്രിയമുള്ളവരെ, വാക്കിനാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉളവാക്കിയ ശക്തനായ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മളിവിടെ പാടിയല്ലോ, അസാധ്യമായിട്ട് എൻ്റെ കർത്താവിന് ഒന്നുമില്ല. പക്ഷേ ഇന്ന് പകൽവേളയിൽ ഹല്ലേലൂയ, നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലെങ്കിൽ തന്നെ ഇന്ന് പകൽവേളയിൽ ശത്രുവിനെ ജയിക്കണമെങ്കിൽ അവിടെ അവൻ പറയുന്നത് കേൾക്കുകയല്ല, നിന്നിൽ വ്യാപരിച്ച അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുത്തുകയും വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുകയും അത്രേ ചെയ്യേണ്ടുന്നത്. 2, ഗോപുരത്തിന് മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് താഴോട്ട് ചാടുക, നിന്നെ കാക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. ആപത്തത്തിൽ വീണ താങ്ങാൻ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ചാടിയ താങ്ങാനൊന്നും ദൈവത്തിൻ്റെ ദൂതൻ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. നിന്റെ ദൈവമായ യഹോവയെ എന്ത് ചെയ്യരുത്, പരീക്ഷിക്കരുത്. അവിടെയും എൻ്റെ കർത്താവ് ജയിപ്പാനിടയായി തീർന്നു. 3 വീണെന്നെ നമസ്കരിക്കുക. നമുക്ക് ആ ഭാഗമെല്ലാം നല്ലതുപോലെ അറിയാം. ഇന്ന് പകൽവേളയിൽ ആരാധന പിതാവായ ദൈവത്തിന് മാത്രമാണ്. ഇന്ന് പകൽവേളയിൽ അവരെ ആരാധിച്ച് അവനെ നമസ്കരിച്ച് രാജ്യം സ്ഥാപിക്കേണ്ടെന്ന ആവശ്യം എൻ്റെ യേശുവിനില്ല. ഹല്ലേലൂയ. അവൻ വന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ കർത്താവിന് നല്ലതുപോലെ അറിയാം. അവൻ്റെ മരണത്താൽ, അവൻ ചൊരിഞ്ഞ രക്തത്താൽ ജനത്തെ വീണ്ടെടുത്ത്, ചൊരിയുന്ന രക്തത്താൽ ജനത്തെ വീണ്ടെടുത്ത് രക്ഷിച്ച് അവന്റെ രാജ്യത്തിൽ അംഗങ്ങളാക്കി തീർക്കാനായിട്ട് വന്നവനാണ് ഇന്ന് പകൽവേളയിൽ നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
അപ്പോൾ ആ മേഖലകളെ എല്ലാം ആര് ജയിച്ചു? യേശു ജയിപ്പാൻ ഇടയായി തീർന്നു. ജയിച്ചവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ജയം പ്രാപിച്ച ഒരു കർത്താവ്. അപ്പോൾ അവൻ്റെ രാജ്യത്തിലെ അംഗങ്ങളും ആരായിത്തീരണം? അതുപോലെ ജയിക്കുന്നവർ, ശത്രുവിനെ ജയിക്കുന്നവരായിരിക്കണം. അതിനാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആത്മാവിൻ്റെ ബലവും ശക്തിയും വചനത്തിൻ്റെ ശക്തിയും നമുക്കേറെ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ രാജ്യം സ്ഥാപിക്കാനായിട്ട് ചില കൂട്ടുപ്രവർത്തകരെ ആര് തേടുകയാണ്? യേശു തേടുകയാണ്. ആ കൂട്ടുപ്രവർത്തകരെ തേടുന്നതാണ് 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം, അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന് പേരുള്ള അവൻ്റെ ശിഷ്യന്മാരെ എന്ത് ചെയ്യുകയാണ്? തിരഞ്ഞെടുക്കുക. അത് കുറച്ചുകൂടെ വിശദമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുക. 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. ലൂക്കോസ്, ഇവിടെ മറക്കരുത്, ലൂക്കോസ് 6-ന്റെ 12-ാമത്തെ വാക്യം മുതൽ 6-ന്റെ 12-ാമത്തെ ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരെന്ന് എന്ത് ചെയ്തു? പേര് വിളിച്ചു. അവരുടെ പേരുകളാണ് താഴോട്ട് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് 20-ാമത്തെ വാക്യം വായിച്ച് 20-ാമത്തെ വാക്യം, അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ അത് ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ലേ? ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് താഴോട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. യേശുവിൻ്റെ ഈ രാജ്യം സ്ഥാപിക്കാനായിട്ട് ചില കൂട്ടുപ്രവർത്തകരെ ആര് തിരഞ്ഞെടുക്കുകയാണ്? യേശു തിരഞ്ഞെടുക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ നടന്നതിന് ശേഷമാണ് കർത്താവ് തിരുവായി മൊഴിഞ്ഞ് എന്ത് ചെയ്യുന്നത്? തൻ്റെ പ്രഭാഷണം എന്ത് ചെയ്യുന്നത്? നടന്നു. അതാണ് സർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. യേശു ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തി. യേശു എന്തിനാണ് വന്നത്? യേശു ആരാണ്? അതുപോലെ ഹല്ലേലൂയ. പിന്നീട് നമ്മൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മൾ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, അവൻ്റെ രാജ്യത്തെക്കുറിച്ച്. ആ രാജ്യം സ്ഥാപിക്കാനായിട്ട് യേശുവിനെ പിതാവായി ദൈവം അഭിഷേകം ചെയ്യുന്നു. പിന്നീട് 4-ാമത്തെ അധ്യായത്തിൽ യേശു ശത്രു രാജ്യത്തെ ജയിക്കുന്നു. ഹല്ലേലൂയ. കൂട്ടുപ്രവർത്തകരെ തേടുന്നു. 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ രാജ്യത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരെ, പുരുഷാരമൊക്കെ ഉണ്ട്, എങ്കിലും പ്രധാനമായിട്ട് യേശു സംസാരിക്കുന്ന ആരോടാണ്? തൻ്റെ ശിഷ്യന്മാരോടാണ്. ഇനി എല്ലാവരും പ്രാർത്ഥനയോടെ. ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. എത്ര അടുക്കടുക്കായിട്ടാണ് മത്തായി ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുന്നതെന്നറിയാമോ? വെറുതെ ചുമ്മാതെ വാരി വലിച്ചങ്ങ് പറയുകയല്ല. മത്തായി ഇതെല്ലാം കൊണ്ടുവന്ന് ഓരോ അടുക്കടുക്കായിട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് തൻ്റെ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നത്. സ്തോത്രം. 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ വായിപ്പാൻ ഇടയായി തരുന്നത്. നമുക്ക് ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. സ്തോത്രം. 4-ാമത്തെ വാക്യം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഓക്കെ. ദുഃഖിക്കുന്നവർ, എല്ലാവരും പ്രാർത്ഥനയോട്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇത് ഒരു ലോജിക്കില്ലാത്ത ഒരു വാക്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? ദുഃഖിക്കുന്നവർക്ക് എങ്ങനെ ആശ്വാസം കിട്ടുന്നത്? എന്താ ഈ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം ഒക്കെ നമ്മൾ ഒറ്റയടിക്ക് വായിച്ചാലൊന്നും നമുക്ക് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകുന്നത്. അതിനകത്ത് ഒത്തിരി ഇന്നർ മീനിങ്ങുകളാണ് അതിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇടയ്ക്ക് VD സതീശന് എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഇത് കേട്ടത്, കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം പഠിക്കാൻ ഞാൻ ഒത്തിരി ശ്രമിക്കുന്ന ആളാണ്. അതിന് എവിടെയെല്ലാം കമൻട്രിയൊക്കെ കിട്ടാമോ, നമ്മൾ പാസ്റ്റർമാരും നമ്മളാരും ഇതേപോലെ കമൻട്രി ഒന്നും മേടിച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, വായിക്കാറില്ല. പക്ഷേ രാഷ്ട്രീയ നേതാക്കളൊക്കെ കമൻട്രിയൊക്കെ വായിച്ചാണ് അത് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള വേദികളിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പല കമൻട്രികളും നോക്കി ആ കാര്യങ്ങൾ പഠിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒറ്റ വായനയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഭാഗമാണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം. നമ്മുടെ ഇടയിൽ ദുഃഖം അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ?
കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്കെല്ലാവർക്കും എന്തോ ഉണ്ട്, ദുഃഖമുണ്ട്. ആ ദുഃഖമൊക്കെ പല കാരണങ്ങളെക്കുറിച്ചുള്ള ദുഃഖങ്ങളാണ് അല്ലേ. രോഗം വരുമ്പോൾ നമുക്കെന്ത് വരും? പറഞ്ഞേ, ദുഃഖം വരും അല്ലേ. രോഗം വരുമ്പോൾ ആദ്യമേ രോഗം വരുമ്പോൾ, പക്ഷെ ആ രോഗം മാറാതെ ഇരിക്കുമ്പോൾ നമുക്കെന്ത് വരും? ദുഃഖം വരും അല്ലേ. ഞാൻ ചെന്നൈയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് എനിക്ക് ജമിലിക്ക് ടൈഫോയിഡ് വന്നു. ആദ്യമേ ജമിലിക്ക് വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ടൈഫോയിഡ് വന്നു. ആ ടൈഫോയിഡ് വന്നപ്പോഴത്തേക്ക് ഈ തലയൊക്കെ കറങ്ങി, ഒന്നും ഉപ്പൊഴിച്ചൊന്നും കഴിക്കാൻ പറ്റത്തില്ല, എണ്ണയുള്ളതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ഉള്ളത് വന്നപ്പോൾ തലയൊക്കെ കറങ്ങി നമ്മുടെ ആകെ നമ്മളൊരു വല്ലാത്ത അനുഭവത്തിലാണ്. ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വന്നപ്പോൾ വല്ലാത്ത ദുഃഖമാണ്. അപ്പം ആദ്യമേ നമുക്കൊരു പനി വന്നാലൊന്നും നമുക്ക് ദുഃഖം വരത്തില്ല. എന്നാൽ ചില കഠിനമായ രോഗങ്ങൾ വരുമ്പോൾ ഇനിയും ഞാൻ ഇതോടുകൂടി അവസാനിച്ച് പോവുകയാണല്ലോ എന്നുള്ള ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? വരും. മരണം, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരണത്താൽ മാറ്റപ്പെടുമ്പോൾ നിശ്ചയമായിട്ട് നമുക്ക് സ്വാഭാവികമായ നിലയിൽ നമുക്ക് എല്ലാവർക്കും എന്തുണ്ടാകും? നമ്മുടെ കൂടെ അത്രയും നാൾ പാർത്ത ഒരാൾ നമ്മളിൽ നിന്ന് പെട്ടെന്നങ്ങ് മാറ്റപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് സ്വാഭാവികമായ നിലയിൽ ദുഃഖം ഉണ്ടാകും. ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്താണ്? ദുഃഖമാണ്. സ്തോത്രം. രോഗം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, അപകടങ്ങൾ വരുമ്പോൾ, മരണം വരുമ്പോൾ എല്ലാം നമുക്ക് ദുഃഖം ഉണ്ടാകും. പക്ഷേ ഈ ദുഃഖം എല്ലാം നമുക്കുമുണ്ട്, ജാതികളായ ആളുകൾക്കുമുണ്ട്. നമുക്കുമുണ്ട്. നമുക്ക് മാത്രമാണ് ആ ദുഃഖം? പറഞ്ഞേ, നമുക്ക് മാത്രമാണ് ആ ദുഃഖം? പെന്തക്കോസ്തുകാർക്ക് മാത്രമാണോ? ദൈവമക്കൾക്ക് മാത്രമാണോ അങ്ങനെയുള്ള ദുഃഖമുള്ളത്? എല്ലാവർക്കും ഉണ്ട്. നമ്മളെപ്പോലെ മറ്റുള്ള ജാതികൾക്കും ഉണ്ട്. പക്ഷെ ഇവിടെ ആ ദുഃഖം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ദുഃഖമാണ്. സ്തോത്രം. 2 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. ഒന്ന് പെട്ടെന്ന് നിട്ടമനെ. 2 കൊരിന്ത്യർ 7-ന്റെ 10-ാമത്തെ വാക്യം. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ. അടുത്ത 2-ാമത്തെ ഭാഗം. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ എന്ത് ചെയ്യുന്നു? ഉളവാക്കും. അപ്പൊ ലോകത്തിൽ എല്ലാ ആളുകൾക്കും എന്തോ ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ ഈ ദുഃഖത്തിന്റെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്, ആശ്വാസത്തിന്റെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ദൈവഹിതപ്രകാരം, അവിടെ ഒരു പദമുണ്ട്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. സ്തോത്രം. ഇനി എല്ലാവരും ശ്രദ്ധിച്ചു. ഇനി ആ വാക്യം മാറ്റിക്കോ. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. എന്താ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് നമുക്കെല്ലാവർക്കും ആശ്വാസം കണ്ടെത്താനുള്ള വഴിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. സ്തോത്രം. അത് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കൂടെ ഓർപ്പിക്കുകയാണ്. എന്താ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം? ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന വിഷയത്തിൽ ഒരു ദൈവ പൈതലിനുണ്ടാകുന്ന ദുഃഖമാണ് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങൾ കൊണ്ട് നമ്മുടെ കർത്താവിനെ, നമ്മുടെ ദൈവത്തെ നമ്മൾ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നമുക്കുണ്ടാകുന്ന ഹല്ലേലൂയ ദുഃഖമായി ആണ് എന്തെന്ന് പറയുന്നത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. നമ്മുടെ മക്കൾ ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മളെ ദുഃഖിപ്പിക്കാറുണ്ട് അല്ലേ. നമ്മുടെ മക്കൾ ചിലപ്പോൾ, എല്ലാ വീടുകളിലും നമ്മളൊക്കെ പച്ചയായ മനുഷ്യരല്ലേ പ്രിയമുള്ളവരെ. അപ്പോൾ അവരുടെ ചില ചെയ്തികൾ കൊണ്ട്, അവരുടെ ചില പ്രവൃത്തികൾ കൊണ്ട് ഒക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ അവർ നമ്മുടെ അടുക്കൽ വന്ന തെറ്റ് ഏറ്റു പറയുമ്പോൾ അത് സ്തോത്രം, അത് എത്ര ഒരപ്പനും അമ്മയെന്നുള്ള നിലയിൽ അവർക്ക് അവർ ചെയ്തത് വലിയ കഠിനമായ തെറ്റാണെങ്കിൽ തന്നെയും ആ അപ്പനും അമ്മയും അവരോട് എന്ത് ചെയ്യും? അവരത് വന്ന് സ്വയമായിട്ട് ഏറ്റുപറയും. ഈ ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടുപേരും വന്ന് പാസ്റ്റങ്ങളെ ഞങ്ങളൊരു തെറ്റ് ചെയ്തു. സ്തോത്രം. ഇവിടെ ഉള്ളവർ ആ കാര്യമൊന്നും പറയത്തില്ല. ഞങ്ങളൊരു തെറ്റ് ചെയ്തു, പാസ്റ്റങ്ങൾ വഴക്ക് പറയല്ലേ എന്നിട്ട് പറഞ്ഞു. ആ തെറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു. മക്കളെ സാരമില്ല, പോട്ടെ, കുഴപ്പമില്ല, നമുക്കെല്ലാവർക്കും പറ്റുന്ന കുഴപ്പമാണല്ലോ. ഞാൻ അവരെ ആ വിധത്തിൽ എന്ത് ചെയ്തു? ആശ്വസിപ്പിച്ച് വിട്ടു. സ്തോത്രം. വേറെ ആർക്കും അറിയത്തില്ല. ചിലപ്പോൾ കൂടി പോയാൽ മാത കുടിച്ചാനും അറിയാമായിരിക്കാം. സ്തോത്രം. അപ്പോൾ വേറെ ആർക്കും അറിയത്തില്ല. സ്തോത്രം. അപ്പോൾ ആ തെറ്റിനെ കുറിച്ച് വന്ന് പറഞ്ഞപ്പോൾ നമുക്കുണ്ടായ ഒരു സന്തോഷം. അവർ വന്ന് അത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നമുക്കുണ്ടായ ആ ഒരു സന്തോഷം
എത്ര വലുതാണെന്നറിയാമോ? അപ്പോൾ അവർ വലിയ വഴക്കൊക്കെ പറയുമെന്ന് പേടിച്ചൊക്കെയാണ് വന്നത്. പക്ഷേ ഇങ്ങനെ പതുങ്ങിയൊക്കെ വന്നാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എങ്കിൽ തന്നെയും നമ്മുടെ ആ വാക്ക് അവർക്ക് വലിയ ആശ്വാസമായി. അവർ പിന്നെ പോയത് ചിരിച്ചു കളിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ വലിയ വഴക്കൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നതെങ്കിലും പോയത് ചിരിച്ചു കളിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ ആ ഒരാശ്വാസം, ഞാൻ അതിൻ്റെ വിശദ അംശത്തിലേക്ക് വേഗത്തിൽ വരാം. ദൈവത്തെ നമ്മൾ ദുഃഖിപ്പിച്ച വിഷയത്തിൽ നമുക്കുണ്ടാകുന്ന ദുഃഖമാണ് യഥാർത്ഥ ദുഃഖം എന്ന് പറയും. ബാക്കിയുള്ള എല്ലാ ദുഃഖവും ലോകത്തിലുള്ള എല്ലാവർക്കും ഉണ്ട്, നമുക്കുമുണ്ട്. യോവേൽ പ്രവചനം 2-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. യോവേൽ പ്രവചനം 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. യോവേൽ പെട്ടെന്ന് വായിക്കും, നമുക്ക് എല്ലാവർക്കും അറിവുള്ള വാക്യം. യോവേൽ 2:1. എന്നാൽ ഇപ്പോഴെങ്കിലും വായിച്ചോ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. യോവേൽ പ്രവാചകൻ ഈ കാര്യം പ്രസ്താവിക്കുമ്പോൾ ഹല്ലേലൂയ, വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തുള്ളനും എല്ലാം കൂടെ തിന്ന് ദേശത്തെ മുഴുവനും നശിപ്പിച്ചിരിക്കുക. പുതുവീഞ്ഞ് അറ്റുപോയിരിക്കുന്നു, ധാന്യങ്ങൾ ഇല്ല, ദേശത്ത് മഴയില്ല, വലിയ ക്ഷാമത്തിൻ്റെ അനുഭവമാണ് അല്ലേ? വലിയ ക്ഷാമത്തിൻ്റെ അനുഭവം ദേശത്ത് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം ആ കാരണം അവർക്ക് വ്യക്തമായി മനസ്സിലാകാതിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകനായ യോവേലിനെ ആ ജനത്തിന്റെ നടുവിലേക്ക് ദൈവം തമ്പുരാൻ അയച്ചിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഈ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ചെയ്ത തെറ്റാണ്, നിങ്ങൾ ചെയ്ത കുറ്റമാണ്, നിങ്ങൾ ചെയ്തതായ അകൃത്യമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിന് ഒരു പരിഹാരം നൽകി, നിങ്ങൾക്ക് ഈ വിഷയത്തിന് ഒരു പരിഹാരമുണ്ടാകണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് പകൽ വേളയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഒരു ദുഃഖാനുഭവത്തോടുകൂടെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഏത് വിഷയം, ദൈവത്തെ മുഷിപ്പിച്ച, ദൈവത്തെ കോപിപ്പിച്ച, ദൈവത്തിന്റെ ക്രോധത്തിന് കാരണമായി തീർന്ന ഏത് വിഷയമായാലും ഇന്ന് പകൽ വേളയിൽ ഒരു ദുഃഖാനുഭവത്തോടുകൂടെ ദൈവത്തിങ്കിലേക്ക് ഞാനും നിങ്ങളും തിരിഞ്ഞാൽ ഇന്ന് പകൽ വേളയിൽ ആ വിഷയത്തിന് അടുത്ത അധ്യായത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കുന്നത് പോലെ, അറ്റുപോയ വീഞ്ഞ് അവർക്ക് മടക്കി ലഭിക്കപ്പെടുന്നത് പോലെ, ധാന്യങ്ങൾ മടക്കി ലഭിക്കപ്പെടുന്നത് പോലെ ഉള്ള ഒരു അനുഭവം ഇന്ന് പകൽ വേളയിൽ നമുക്ക് മടക്കി തന്ന് നമ്മെ സഹായിപ്പാൻ നമ്മുടെ കർത്താവ് അതിന് കാരണമായി തീർന്നത് എന്താണെന്നറിയാമോ? വലിയ ദുഃഖത്തോടെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക? നിലവിളിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം, കുറ്റങ്ങൾ സംഭവിക്കാം, പോരായ്മകൾ സംഭവിക്കാം. ലംഘനം മറച്ചു വെക്കുന്നവന് എന്ത് വരത്തില്ല? ശുഭം വരത്തില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്കാണ് കരുണ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം ഏതാണെന്നറിയാമോ? എല്ലാവർക്കും അറിയത്തില്ല, സ്തോത്രം. അപ്പോൾ എല്ലാവർക്കും അറിയത്തില്ലെങ്കിലും 38-ാമത്തെ സങ്കീർത്തനമാണ്. 38-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 17-18 വാക്യങ്ങളൊന്ന് വായിക്കാമോ? 38-ന്റെ 17-18 വാക്യങ്ങൾ. ഞാൻ ഇടറി വീഴുമാറായിരിക്കുന്നു. എന്റെ ദുഃഖം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. അടുത്ത വാക്യം. ഞാൻ എന്റെ അകൃത്യത്തെ ഏറ്റു പറയുന്നു, എന്റെ പാപത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ദുഃഖിക്കുന്നു. ഇന്ന് പകൽ വേളയിൽ നമ്മൾ ദുഃഖിക്കേണ്ടുന്നത് ഏതിനെ കുറിച്ചാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്തിനെ കുറിച്ചാണ് ദുഃഖിക്കേണ്ടുന്നത്? പാപത്തെക്കുറിച്ച്. എന്തിനെക്കുറിച്ചാണ് ദുഃഖിക്കേണ്ടുന്നത്? അകൃത്യത്തെക്കുറിച്ച്, തെറ്റിപ്പോയ അനുഭവങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വീണ് പോയ ആ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ 1-ാമത്തെ വാക്യം, യഹോവേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത്, ഉഗ്ര നീരസത്തോടെ എന്നെ എന്ത് ചെയ്യരുത്? ദണ്ഡിപ്പിക്കരുത്. നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ എന്ത് ചെയ്തിരിക്കുന്നു? തറച്ചിരിക്കുന്നു. നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ നീരസഹേതുവായി എന്റെ ദേഹത്തിന് എന്തില്ല? ചില രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം
ശ്രദ്ധിച്ചേ ചില രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൻ്റെ നീരസമാണ്. ചില പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൻ്റെ നീരസമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നീരസം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മൾ ദൈവത്തെ എന്ത് ചെയ്തു? ദുഃഖിപ്പിച്ചു. പാപം കൊണ്ട്, അകൃത്യം കൊണ്ട്, ദൈവത്തിന് നിരക്കാത്ത, വചനത്തിന് നിരക്കാത്ത അനുഭവങ്ങൾ കൊണ്ട് തമ്പുരാനെ ദുഃഖിപ്പിച്ച ഏതെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ ഇന്ന് പകൽ വേളയിൽ പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, അവന്റെ അസ്ത്രം നിന്റെ മേൽ തറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പറയാണ്, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല. അതിനു മുമ്പ് പറയുകയാണ്, നിന്റെ നീരസ ഹേതുവായി എൻ്റെ ദേഹത്തിന് എന്തില്ല? സൗഖ്യമില്ല. പ്രിയമുള്ളവരെ, അസ്ഥികൾക്ക് പോലും പിടിക്കുന്ന രോഗം ജീവിതത്തിൽ സംഭവിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ദേഹത്തിന് സൗഖ്യമില്ല. അടുത്ത വാക്യം പറയുകയാണ്, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ എന്തായിരിക്കുന്നു? കവിഞ്ഞിരിക്കുന്നു. ഭാരമുള്ള ചുമട് പോലെ അത് എന്തായിരിക്കുന്നു? ഇത് എത്ര നിവരണമെന്ന് വിചാരിച്ചാലും നിവരാൻ കഴിയാതെ ഭാരമുള്ള ചുമട് പോലെ ചില പാപത്തിന്റെ അനുഭവങ്ങൾ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയാ, എൻ്റെ ബോഷത്വ ഹേതുവായി എൻ്റെ വ്രണങ്ങൾ എന്ത് ചെയ്യുന്നു? ചീഞ്ഞു നാറുന്നു. ഞാൻ കുനിഞ്ഞ് ഏറ്റവും എന്ത് കൂനിയിരിക്കുന്നു. ഇടപെടാതെ എന്ത് ചെയ്യുന്നു? ദുഃഖിച്ച് നടക്കുന്നു. ഇന്ന് പകൽ വേളയിൽ ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ദൈവത്തിന്റെ നീരസമാണ്. പ്രിയമുള്ളവരെ, നീരസം വരാനുള്ള കാരണം നമ്മുടെ പാപമാണ്, നമ്മുടെ അകൃത്യമാണ്. ആകയാൽ ദൈവത്തിന് നീരസം ഉണ്ടാകത്തക്ക നിലയിൽ എന്തെങ്കിലും പാപമോ അകൃത്യമോ ആകായ്മയോ വചനത്തിന് നിരക്കാത്ത അനുഭവങ്ങളോ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത അനുഭവങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഇന്ന് പകൽ വേളയിൽ സങ്കീർത്തനക്കാരൻ അതെല്ലാം ഏറ്റു പറഞ്ഞതുപോലെ, എവിടെ ഏറ്റു പറയുന്ന? 17-ാമത്തെ വാക്യത്തില്, ഞാൻ ഇടറി വീഴുമാറായി. എപ്പോഴാ? ഈ വീഴാറായ സമയത്തായി ഏറ്റു പറയുന്നത്. വീഴാറായ സമയത്ത് പിന്നെ രക്ഷയില്ലെന്നറിയാം, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്നറിയാം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ, ഞാൻ ഇടറി, ഇതുവരെയൊക്കെ പിടിച്ചു നിന്ന് പറയുള്ളൂ, ഇതുവരെയൊക്കെ പിടിച്ചു നിന്നു, പക്ഷെ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്നറിഞ്ഞപ്പോൾ ഇടറി വീഴുമാറായിരിക്കുന്നു. എന്റെ ദുഃഖം എപ്പോഴും എന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു. ഞാൻ എന്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു, എന്റെ പാപത്തെ കുറിച്ച് ദുഃഖിക്കുന്നു. ഇന്ന് പകലിൽ യഥാർത്ഥ ദുഃഖം എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞ പ്രിയമുള്ളവരെ, പാപത്തെ കുറിച്ച്. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണെന്ന് എനിക്കറിയാം, സ്നാനപ്പെട്ടവരാണെന്നറിയാം, ആത്മാവിൻ്റെ അഭിഷേകമൊക്കെ പ്രാപിച്ചവരാണെന്നും അറിയാം. പക്ഷേ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ, അതിനുശേഷം വന്നു പോയിട്ടുള്ള പാപങ്ങൾ ഒരിക്കലും കാലപ്പഴക്കത്തിൽ അത് തേഞ്ഞു മാഞ്ഞ് പോകത്തില്ല. കുറേ നാൾ കഴിഞ്ഞ് ആരും അറിയുന്നില്ലെന്ന് കരുതി അത് തേഞ്ഞു മാഞ്ഞ് പോകത്തില്ല. അഗ്നിജാലക്കൊത്ത കണ്ണുള്ളവൻ മുകളിലുണ്ട്. ഇന്ന് പകൽ വേളയിൽ എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. നമ്മെ കാണുന്ന രണ്ട് കണ്ണുകൾ, ഇവിടെ നമ്മുടെ കഴിഞ്ഞ ദിവസം പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞല്ലോ, നമ്മെ കാണുന്ന കണ്ണ് എവിടെ ഉണ്ട്? ഉയരത്തിലുണ്ട്. രഹസ്യത്തിൽ ചെയ്യുന്നത് അറിയുന്ന ഒരു കർത്താവ് ഉയരത്തിലുണ്ട്. നമ്മുടെ കണ്ണുകൾ, അതുകൊണ്ട് 139-ാമത്തെ സങ്കീർത്തനം, നമ്മൾ എവിടെ പോയി ഒളിച്ചാലും അതവിടെ എല്ലാം കാണുന്ന രണ്ട് കണ്ണുകൾ നമുക്ക് വേണ്ടി ഉണ്ട്. ആ കണ്ണുകൾക്ക് മറച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ കാണുന്ന കണ്ണുകളുടെ ഉടമസ്ഥനായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഏറ്റു പറഞ്ഞു. അത് വെറുതെ ചുമ്മാതെ ഏറ്റു പറഞ്ഞാൽ പോരാ, ചുമ്മാതെ ഏറ്റു പറഞ്ഞാൽ പോരാ, ദുഃഖത്തോടെ ഏറ്റു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ, ഇപ്പോഴെങ്കിലും കരച്ചിലോടും വിലാപത്തോടും ചുമ്മാതെ വന്ന് കർത്താവേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ സ്തോത്രം. അപ്പോൾ അതിനൊക്കെ എന്താ പറയുക, നമ്മുടെ പിള്ളേർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ടാക്കി പറയുക എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഫീലുണ്ടാക്കി, ഫീലെന്ന് പറഞ്ഞാൽ യാന്ത്രികമായിട്ടുള്ളതായ അല്ലെങ്കിൽ എന്ത് പറയുന്ന ആ വിധത്തിൽ ഉണ്ടാക്കി പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് അതിനുള്ളതായ പശ്ചാത്താപത്തോടു കൂടിയുള്ള ആ ഒരു ദുഃഖം ഉണ്ടെങ്കിൽ ഇന്ന് പകൽ വേളയിൽ നിൻ്റെ വിഷയത്തെ പരിഹരിക്കാൻ എൻ്റെ കർത്താവ് സഹായകനാണ്. നീ ഇതുവരെ ദുഃഖിച്ച് നടന്ന വിഷയത്തിൽ ഒരാശ്വാസം തരാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രശ്നത്തിന് പരിഹാരമില്ലാതെ ഇതുവരെ ദുഃഖിച്ച് നടക്കുന്ന പല വിഷയത്തോടുള്ള ബന്ധത്തിലും ഇന്ന് പകൽ വേളയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ്. യഥാർത്ഥത്തിൽ ഒന്ന് ദുഃഖിക്കാൻ, ദുഃഖിച്ച് കരയാൻ, ദൈവത്തെ വിഷമിപ്പിച്ച ദൈവത്തിന്
നീരസം ഉണ്ടാക്കിയ വിഷയത്തിൽ ഇന്ന് പകൽ വേളയിൽ കണ്ണുനീരോടെ ഒന്ന് കരയാൻ ദൈവത്തിന്റെ മക്കൾ തയ്യാറായ നിന്റെ വിഷയത്തിന് ആശ്വാസം തന്ന് നിന്നെ സഹായിപ്പാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. അതുകൊണ്ട് യെശയ്യാ പ്രവചനം 6-ാമത്തെ അധ്യായത്തിൽ യെശയ്യാവ് പറയുന്നു, എനിക്ക് അയ്യോ കഷ്ടം. എപ്പോഴാ ഇതുവരെ യെശയ്യാവ് എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ തേജസ് കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ വിശുദ്ധി കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ആ പ്രത്യക്ഷത കണ്ടപ്പോൾ, ഹല്ലേലൂയ, വിശുദ്ധ സറാഫുകൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ആ ശ്രേഷ്ഠത കണ്ടപ്പോൾ താൻ പറയുകയാണ്, എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ ശുദ്ധിയില്ലാത്ത ആധരമുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ എന്ത് ചെയ്യുന്നു? ഇന്ന് പകൽ വേളയിൽ പ്രിയമുള്ള ദൈവമക്കളെ, 5 അധ്യായത്തിലും പ്രവചിച്ച പ്രവാചകനാണ്. എന്നാൽ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി, തനിക്ക് ശുദ്ധിയില്ലെന്ന് മനസ്സിലായി. അവിടെ നിന്ന് ഒരു വിളി, അയ്യോ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഇന്ന് പകൽ വേള കഴിഞ്ഞ ദിവസങ്ങൾ ആരോ പറഞ്ഞ പോലെ പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധി നമ്മൾ തട്ടിച്ചു നോക്കുന്നത്, വിശുദ്ധി നമ്മൾ കമ്പയർ ചെയ്യുന്നത്, നിങ്ങളുടെ വിശുദ്ധി നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തെ കണ്ടല്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതവുമായി തട്ടിച്ചു നോക്കിയല്ല നിങ്ങളുടെ വിശുദ്ധി നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടുന്നത്. നിങ്ങളുടെ ആരുടെ വിശുദ്ധി നോക്കിയല്ല ഞാൻ എൻ്റെ വിശുദ്ധിയെ അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത്. ഇന്ന് പകൽ വേളയിൽ വിശുദ്ധനായ ഒരു ദൈവമുണ്ട്. ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ, അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞാനും നിങ്ങൾ വിശുദ്ധരായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ അസന്നിഗ്ധമായി പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽ വേള നമ്മുടെ കർത്താവ് എങ്ങനെ വിശുദ്ധനായിരിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ അങ്ങനെ ആ വിധത്തിൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ദുഃഖത്തോടെ കരയാൻ ഇന്ന് പകൽ വേളയിൽ എത്ര ദൈവത്തിൻ്റെ മക്കൾ തയ്യാറാകും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കാലപ്പഴക്കം കൊണ്ട് ഒരു വിഷയവും മാഞ്ഞു പോകത്തില്ല. ഞാൻ നിങ്ങൾ ചെയ്ത ഒരു തെറ്റ്, ഒരു പാപവും അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ആഴ്ചകൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ മാഞ്ഞു പോകുമെന്ന് ഒരു കുഞ്ഞു പോലും വിചാരിക്കരുത്. പറയാത്ത ദുഃഖത്തോടെ പറയാത്ത ഒറ്റ പാപവും ക്ഷമിക്കാൻ എൻ്റെ കർത്താവിന് കഴിയത്തില്ല. ദുഃഖത്തോടെ പറഞ്ഞാൽ നിന്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന എത്ര വലിയ അസ്വസ്ഥതകളെ നീക്കി ഹല്ലേലൂയ നിന്നെ വിശുദ്ധീകരിച്ച സമാധാനത്തിൽ കാക്കാൻ ഇന്ന് പകൽവേളയിൽ കഴിവുള്ളവനായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് എന്ന് പകൽവേളയിൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ തെറ്റുകളെല്ലാം ഏറ്റുപറയട്ടെ. സ്തോത്രം. ഈ മത്തായിയുടെ സുവിശേഷത്തിലേക്കൊന്ന് വരാമോ? അതിൻ്റെ 26-ാമത്തെ അധ്യായം 69-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? 26-ന്റെ 69-ാമത്തെ വാക്യം മുതൽ. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്ത് ഇരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും പത്രോസ് പറയാണ്, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ പറഞ്ഞു. അടുത്ത വാക്യം. പിന്നെ അവൻ പടപ്പുരയിൽ ഇരിക്കുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെ ഉള്ളവരോട്, ഇവനും നസ്രയനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്നവൻ രണ്ടാമതും ആണയോടെ എന്ത് ചെയ്തു? തള്ളി പറഞ്ഞു. മൂന്നാമത് അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ എന്ത് സംഭവിച്ചു? കോഴി കൂകി. കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം എന്നെ എന്ത് ചെയ്യും? തള്ളി പറയും. ആര് തള്ളി പറയാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, തള്ളി പറയത്തില്ലെന്ന് വീരവാദമൊക്കെ മുഴക്കിയതാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ മുമ്പാകെ ആർക്ക് തള്ളി പറയേണ്ടി വന്നു? നിലനിൽപ്പിൻ്റെ മുമ്പാകെ, നിലനിൽപ്പിന് വേണ്ടി ആർക്ക് തള്ളി പറയേണ്ടി വന്നു? പത്രോസിന് തള്ളി. അടുത്ത വാക്യം. കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ. എങ്ങനെ കരഞ്ഞെന്ന? അതിദുഃഖത്തോടെ. ചുമ്മാതെ കരഞ്ഞതാണോ? കരഞ്ഞേ? കൂടെ വന്നേ. അതിദുഃഖത്തോടെ എന്ത് ചെയ്തു? കരഞ്ഞു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, തെറ്റുകൾ സംഭവിക്കാം,
സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ അവിടം കൊണ്ട് അവസാനിപ്പിക്കരുത്. ഒരു ദുഃഖത്തോടെയുള്ള ഒരു കരച്ചിൽ. എത്ര ദൈവമക്കൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? അവിടെ നീ ദുഃഖത്തോടെ, ഇവിടെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പത്രോസ് 3 അനുഭവങ്ങളാണ് അവിടെ നമുക്ക്, എനിക്കത് വിശദീകരിച്ച് പറയാൻ സമയമില്ല. സ്തോത്രം. ഒന്നാമത് പറയുന്നത് നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നു. ഒരു സ്ത്രീയാ പറയുന്നത് അല്ലേ, ആയിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴൊക്കെ ആ പത്രോസ് പറയുന്നത് ഞാൻ അവനെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. ഈ പത്രോസിനെ എൻ്റെ കർത്താവ് വിളിച്ചത് എവിടെ നിന്നാ? ഗലീല കടൽപ്പുറ എന്ന് പറഞ്ഞാൽ തന്നെ എവിടെ നിന്ന് വിളിച്ചു എന്നുള്ള വിളി ആര് മറന്നു? പത്രോസ് മറന്നു. നീയും രണ്ടാമത് പറയുന്നത് നീയും നസറേനായ യേശുവിനോട് കൂടെ ഉള്ളവൻ. നസറേനായ യേശു എന്ന് പറയുന്നത് അധികാരമുള്ളവനാണ്. പാപത്തിന്മേൽ അധികാരം, രോഗത്തിന്മേൽ അധികാരം, മരണത്തിന്മേൽ അധികാരം, ഭൂതത്തിന്മേൽ അധികാരം, മരണത്തിന്മേൽ അധികാരം. യേശുവിന്റെ അധികാരത്തെ ആര് തള്ളി പറയുകയാണ്? പത്രോസ് തള്ളിപ്പറയാണ്. 3 നിന്റെ വാക്കുച്ചാരണവും എന്ന് പറഞ്ഞ കടപ്പുറത്തെ ഭാഷയായിരുന്നു ഇതുവരെ ആർക്കുണ്ടായിരുന്നത്? പത്രോസിനുണ്ടായിരുന്നു. എന്നാൽ കടപ്പുറത്തെ അവന്റെ ഭാഷ മാറ്റി അവനെ നല്ല ഭാഷയ്ക്ക് എൻ്റെ കർത്താവ് അവനെ യോഗ്യനാക്കി തീർത്തു. അതവൻ മറന്നുപോയി. അവന്റെ വിളിയെ മറന്നു, അവന്റെ മേലുള്ള അധികാരസ്ഥനായ കർത്താവിനെ മറന്നു. അവന്റെ ഭാഷ മാറ്റിയ കർത്താവിനെ അവൻ എന്ത് ചെയ്തു? ജീവിതത്തെ മാറ്റിയവനെ അവൻ മറന്നു. ഇതെല്ലാം ഓർത്തിട്ട് അതിദുഃഖത്തോടെ കരയുകയാണ്. ഇന്ന് പകൽ വേളയിൽ എന്നെ കേൾക്കുന്നത് അങ്ങനെ കരഞ്ഞുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു നഷ്ടവും ഉണ്ടായില്ല. ആ പത്രോസിനെയാണ് പിന്നത്തെ ഇതിൽ ദൈവശക്തിയോടെ ഉപയോഗിച്ചത്. സ്തോത്രം. ആ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാ വന്നപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം 10,000 പേര് കൂടിയല്ലോ. അവർ വിവിധ ഭാഷക്കാരായിരുന്നു. ഇവരുടെ അന്യഭാഷയൊക്കെ കേട്ടിട്ട് അവർ വന്നപ്പോൾ പറയും ഇവരും ഗലീലക്കാർ അല്ലയോ? അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 2:7 വാക്യം പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ചു. 2:7 പെട്ടെന്ന് വായിച്ചു. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാവരും എവിടുത്തുകാരാണ്? ഗലീലക്കാരല്ലയോ? നീ അനുദപിച്ച് ദുഃഖത്തോടെ കരഞ്ഞാൽ നാളെ ബഹുസഹസ്രങ്ങളുടെ മുമ്പാകെ അവര് നിന്നെക്കുറിച്ച് പറയും നീയും ഗലീലക്കാരൻ അല്ലയോ? സ്തോത്രം. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പിറവിയിലെ മുടന്തനായ ആ മനുഷ്യനെ പത്രോസ് സൗഖ്യമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന നാമം നസറേനായ വെള്ളിയും പൊന്നും എനിക്കില്ല, നസറേനായ യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യുക? ഇന്ന് പകൽ വേളയിൽ എന്നെ കേൾക്കുന്നത് ഏറ്റു പറഞ്ഞാൽ, ദുഃഖത്തോടെ ഏറ്റു പറഞ്ഞാൽ, നീ ഏത് വാക്ക് പറഞ്ഞോ തള്ളി പറഞ്ഞോ, അവിടെ അതേ വാക്ക് നിന്നെ ഉപയോഗിക്കുന്ന, അത് നിനക്ക് പിന്നത്തേതിൽ അനുഗ്രഹമായി തീരുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ദുഃഖത്തോടെ വിഷയങ്ങളുടെ മുമ്പാകെ പാപത്തെ കുറിച്ച് ഏറ്റു പറയാൻ ദൈവത്തിന്റെ മക്കൾ തയ്യാറായാൽ പിന്നത്തേതിൽ അത് നമുക്കെന്തായി മാറും? ആശ്വാസമായി മാറാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നെഹമ്യാവ് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ദാനിയേല് ഒരു കുറ്റവും ചെയ്യാത്തവനാണെങ്കിൽ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ദുഃഖത്തോടെ നമ്മൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഇന്ന് പകൽവേളയിൽ നമ്മുടെ വിഷയത്തിന് ആശ്വാസം തന്ന് നമുക്ക് ആശ്വാസം അതുവരെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഇത് തിരതള്ളിക്കൊണ്ടിരിക്കും, നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വേദനപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ദുഃഖത്തോടെ ഏറ്റുപറയാൻ ദൈവത്തിൻ്റെ മക്കൾക്ക് എല്ലാ കണ്ണുകളും അടയ്ക്കാം. സ്തോത്രം. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് ഹല്ലേലൂയ, ദൈവഹിത പ്രകാരമല്ലോ നിങ്ങൾ എന്ത് ചെയ്തത്? ദുഃഖിച്ചത്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ച് ഏറ്റുപറയുന്ന ഒരനുഭവമാണ്. ഹല്ലേലൂയ. ദാവീദ് ജനത്തെ എണ്ണേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഹല്ലേലൂയ. എണ്ണിയപ്പോൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് ആ 3 ഓപ്ഷൻ തൻ്റെ മുമ്പിൽ വെക്കുകയാണ്. 3 വർഷത്തെ ഹല്ലേലൂയ ആ ക്ഷാമമോ അല്ലെങ്കിൽ 3 മാസത്തെ ശത്രുവിനാലുള്ളതായ ഉപദ്രവമോ അല്ലെങ്കിൽ 3 ദിവസത്തെ മഹാമാരിയോ ഏത് വേണം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ് ഗാദ് പ്രവാചകൻ വന്ന് ദാവീദിനോട് പറയുമ്പോൾ ദാവീദ് പറയുന്നു ഞാനല്ലയോ തെറ്റിയത്.
അവൻ ദുഃഖിച്ച് കരയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ദുഃഖിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ദൈവം ആ വിഷയത്തിന് പരിഹാരം നൽകാനിടയായി തീർന്നെങ്കിൽ, വിഷയങ്ങളുടെ കാഠിന്യതകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദുഃഖത്തോടെ ദൈവസന്നിധിയിൽ കരയാൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. അല്ല, നമ്മൾ വിചാരിക്കുന്ന ദുഃഖമൊന്നുമല്ല. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദാവീദ് വലിയ തെറ്റ് ചെയ്തു. താൻ കണ്ണുനീരോടെ ദുഃഖിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 51-ാം സങ്കീർത്തനത്തിൽ, അല്ലേ? 51-ാം സങ്കീർത്തനത്തിൽ ആ ദുഃഖത്തോടെ കരച്ചിലോടെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികൾ നടക്കാനിടയായി തീർന്നു. ഈ പറയപ്പെട്ട യെശയ്യാവിനെ ആണെങ്കിലും പത്രോസിനെ ആണെങ്കിലും ദാവീദിനെ ആണെങ്കിലും എല്ലാവരെയും അതിനുശേഷമാണ് ദൈവം അനുഗ്രഹീതമായ നിലയിൽ എന്ത് ചെയ്തത് ഉപയോഗിച്ചത്. എവിടെ? തെറ്റുകളെക്കുറിച്ച് അനുദപിച്ച് ദുഃഖത്തോടെ കരഞ്ഞ അനുഭവത്തിൽ തമ്പുരാൻ അവരെ പിന്നത്തേതിൽ വളരെ അനുഗ്രഹീതമായ നിലയിൽ ഉപയോഗിപ്പാനിടയായി തീർന്നെങ്കിൽ, ഇന്ന് പകൽ വേളയിൽ തെറ്റുകളാരും മൂടി വെക്കരുത്, തെറ്റുകളാരും മറച്ചു വെക്കരുത്. തെറ്റുകളെക്കുറിച്ച് ദുഃഖത്തോടെ കരയാൻ തയ്യാറായാൽ നമ്മെ വിടുവിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി. എല്ലാ കണ്ണുകളും അടയ്ക്കാം, തലകളെ വണക്കാം, ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ